യുകെയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇപ്പോൾ പുതിയൊരു ഇൻടേക്ക് കൂടി ആരംഭിക്കാനായിട്ട് പോകുന്നു. അതായത് സെപ്റ്റംബർ ഇൻടേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു സമയത്താണ് യുകെയിൽ ഈ ഒരു ലഹളകൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലുള്ള പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച യുകെയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും യുകെയിലെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കിയാണെന്നുണ്ടെങ്കിൽ യുകെയിലേക്ക് പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പോൾ സമ്മർ ടൈമാണ് യുകെയിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ യുകെയിൽ ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവരാരും പേടിക്കേണ്ടെന്ന യാതൊരു കാര്യവുമില്ലെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം യുകെ എന്ന് വെച്ചാൽ ബാക്ക് ടു നോർമലിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. യുകെയിൽ ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഇവിടെ ക്വയറ്റാണ്, കാമാണ്. യുകെയിലേക്ക് പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർ പഠിക്കാനായിട്ടാണ് വരുന്നത്. നമുക്കറിയാമല്ലോ ഈ യുകെയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കൽ മാറിയേക്കാം. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് യുകെയിൽ ഇപ്പോഴേ പഠിച്ചതിന് ശേഷം ഒരു ജോലി ലഭിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ലക്കിനെ അല്ലെങ്കിൽ നമ്മളെ എടുത്ത കോഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രേഡ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു നേഴ്സിംഗ് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ തന്നെ ജോലി ലഭിക്കാറുണ്ട്. പക്ഷേങ്കിൽ മറ്റു കോഴ്സുകൾ പഠിക്കാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് പെട്ടെന്നൊരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം നെറ്റ് ഇമിഗ്രേഷൻ ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ ഇപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് ഫീസൊക്കെ അടച്ചിട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ പേരൻസിന് വളരെയധികം ഇപ്പോഴ് പ്രയാസമുണ്ട്. നമ്മുടെ കുട്ടികളെ ആദ്യമായിട്ട് യുകെയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അവിടെ മനസ്സമാധാനമായിട്ട് പോയി പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഇവിടെ ബുദ്ധിമുട്ടും എന്നുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യുകെയിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. മാത്രമല്ല ഇവിടുത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അവർ ആരും തന്നെ പെട്ടുപോയിട്ടില്ല. നമ്മൾ ലണ്ടനിലോ അല്ലെങ്കിൽ ലീഡ്സിലോ ഒക്കെയുള്ള 1-2 സ്റ്റുഡൻസിനൊക്കെയാണ് ഇതിൽ ചെറിയ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചോളം അവർക്ക് വലിയ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം സ്റ്റുഡൻസ് വരുന്നവർ അവർ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു, അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. ഇവിടെ ഇപ്പോൾ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് ജോലിക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ജോലി നോക്കുന്നു, അവരുടെ മക്കളെ നോക്കുന്നു, അവരുടെ പഠനകാര്യങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വീടുകൾ കഴിഞ്ഞുകൂടുന്നു. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ട് സ്റ്റുഡൻസ് വന്നിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ പോയി ഇടപെടുമ്പോഴാണ് നമ്മൾക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും നമ്മളെ ആരെയും തന്നെ അത് ബാധിക്കാറില്ല. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്. കാരണം മിക്കവാറുമുള്ള സ്റ്റുഡൻസെല്ലാം തന്നെ അവർ 20 hours അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഓഫാണ്. ഇപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം ഈ ഒരു സമയത്ത് ജോലി ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാർ അവരുടെ ട്യൂഷൻ ഫീസൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയി ഇടപെടാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. ഇവിടെ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മിസ്ലീഡിങ്ങിലേക്ക് പോയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് സോഷ്യൽ മീഡിയയാണ് അത് എൻലാർജ് ചെയ്ത് ഇത്രയും വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണമായത്. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ യുകെയിലേക്ക് പഠിക്കാനായിട്ട് വിടുക. അവർ പഠിക്കാൻ വരുമ്പോൾ പഠനാർത്ഥം അവർ വരിക. അവർ നല്ല നല്ല ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നല്ല നല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കാനായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് യാതൊരു സംശയവുമില്ല. കാരണം യുകെയിൽ ഇപ്പോൾ അവർക്കൊരു ജോലി കിട്ടിയില്ല എങ്കിൽ തന്നെ യുകെയിൽ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അത് വാല്യൂഡാണ്. യുകെയിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതുതന്നെയാണ്. അല്ലാതെ നമ്മൾ യുകെയിൽ വന്ന് പഠിച്ചു, ആ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ധാരാളം സ്റ്റുഡൻസാണ് യുകെയിൽ വന്നിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. അവർക്കൊരു ജോലിയിലേക്കൊക്കെ അവരുടെ സ്റ്റേ ബാക്കിലൂടെ കടന്നു പോയിട്ട് അവർ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. പല ആൾക്കാർക്കും ജോലി ലഭിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർ യാതൊരു പ്രശ്നങ്ങളിലും അവർ പോയി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇടല്ല. ചുരുക്കം ചില 1-2-3 ആൾക്കാരായിരിക്കാം സ്റ്റുഡൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സൊക്കെ വന്ന അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് പെർമിറ്റിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ ഇടപെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞപ്പോൾ ലീഡ്സ്, മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അക്രമാസക്തരായിട്ട് ഈ ഒരു കാര്യങ്ങളിലേക്ക് പോയി. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം അവർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അവർക്ക്
അവർക്ക് ഇങ്ങനെയുള്ള ലഹളകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കി വിഷയത്തിലേക്ക് പോകുന്നതിനൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം മലയാളികളെ സംബന്ധിച്ചോളം അവരവരുടെ കുടുംബം, അവരുടെ കുട്ടികൾ, അവരുടെ ജോലി, അങ്ങനെ അവർ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു രാജ്യത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും ഇടപെടാനായിട്ട് പോകത്തില്ല. അപ്പം നമ്മുടെ കുട്ടികൾ UK പഠിക്കാൻ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ടുന്ന യാതൊരു കാര്യമില്ല. UK ബാക്ക് ടു നോർമലിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ UK ഏതെങ്കിലും ഒരു രീതിയിൽ വരാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കാരണം കൊണ്ട് നിങ്ങളൊരു കാരണവശാലും പുറകോട്ട് പോകുന്ന യാതൊരു കാര്യവുമില്ല. ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വൺസിനെ ഞാൻ പറയില്ലേ, ഇത്രയും ഒരു 10-20 വർഷമായിട്ട് നമ്മളുടെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഇതുപോലൊക്കെ നടന്നത്. ചെറിയ ചെറിയ വിഷയങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മൾ റിക്കവർ ആവുകയും ചെയ്തു. അപ്പോൾ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ബാക്ക് ടു നോർമൽ റിക്കവർ ആയിട്ട് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ UK ഒരു ഭാഗത്തും ഇതുപോലുള്ള ഒരു വിഷയങ്ങളും ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല, ബാക്ക് ടു നോർമലിലേക്ക് വന്നിരിക്കുന്നു. എങ്ങും തന്നെ യാതൊരു വിഷയങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്കറിയാം ഏകദേശം ഒരു 1024 ആൾക്കാരോളം ഈ ഒരു ലഹളയിൽ ഏർപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ഏകദേശം ഒരു 575 പേരോളം ചാർജ് ചെയ്ത് അവർ ജയിലിലാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതിനകത്ത് ഇനിയിപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് പോകുമെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പിൻവലിഞ്ഞു. ഇപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല, യാതൊരു കുഴപ്പങ്ങളുമില്ല. പഠിക്കാൻ വരുന്ന ആൾക്കാർ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നേഴ്സിംഗ് പഠിക്കാനായിട്ട് ധാരാളം സ്റ്റുഡൻസാണ് UK വരാനായിട്ടിരിക്കുന്നത്. നേഴ്സിംഗ് പഠിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും അവരെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും വരെ NHS ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്നുള്ള കാര്യം അത് 100% ഷുവറാണ്. കാരണം നമ്മുടെ ആദ്യ സമയത്തൊക്കെ വന്നിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പഠനം കഴിഞ്ഞ് അവർക്ക് പിന്നമ്പരെ കിട്ടി അവർ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. മറ്റുള്ള ഡിഗ്രികളൊക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളത്. അപ്പോൾ ഈ ഒരു നേഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അവർക്കൊരു 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് 10-40 ലക്ഷം രൂപ ചിലവാകും. കുറച്ചൊക്കെ നമുക്കറിയാമല്ലോ, ഇവിടെ UK വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ജോലി ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള പൈസ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്താണ് അവർ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം യാതൊരു പ്രശ്നങ്ങളുമില്ല. അവർക്കൊരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് പിന്നമ്പര് ലഭിക്കും. അവർക്ക് നേരിട്ട് NHS ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിലോ എവിടെയെങ്കിലും അവർക്ക് ജോലി തരപ്പെടുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ UK പഠിക്കാനായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡിപെൻഡൻ്റ് വിസയിൽ വരാനിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സമയമാണ്. കാരണം സമ്മർ സീസണിൽ കൂടിയാണ് ഇപ്പോൾ UK കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ക്യാൻസൽ ചെയ്യേണ്ടുന്ന കാര്യമില്ല. ഞാനൊരു 3-4 കുട്ടികളോട് ഇപ്പോൾ ഓൾറെഡി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർക്കാർക്ക് ഈ ഒരു പ്രശ്നത്തിൽ യാതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇനിയിപ്പോൾ UK ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കിട്ടിയ വിസകൾ അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന പെർമിഷൻസ് ഒന്നും ക്യാൻസലാക്കി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടോ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് UK വരാതിരിക്കാനുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ UK കറണ്ടിൽ നിലവിലില്ല. UK കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു നോർമലിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ മറ്റൊരു കടന്നു എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.